തിരുവനന്തപുരം ജില്ലയിലെ നഗരൂരിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്നും DGP വ്യക്തമാക്കി. കേസിൽ 2 DYFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. രതീഷ്, വിഷ്ണു എന്നിവരെയാണ് പിടികൂടിയത്. പോലീസിനെതിരായിട്ടുള്ള ആക്രമണത്തിന് വളരെ ഞങ്ങൾ ഗൗരവത്തോടെ സ്വീകരിക്കുന്നതാണ് അതിനെ. We will take very strong action and nobody will be permitted to take the law into hands. We will take absolutely strong action against anybody who is violating and trying to attack the police officers. അത് സംശയം തന്നെയില്ല. ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ഞങ്ങൾ നല്ലപോലെ ആശയം നടത്തുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ മനോവീര്യം പോകാനുള്ള ഒരു സമ്മതിക്കില്ല. അറ്റ് ദ സെയിം ടൈം ആരെങ്കിലും നിയമത്തിന് അവർ കയ്യിലെടുക്കുവാണെങ്കിൽ അവർക്ക് കർശന നടപടി ഉണ്ടാവുന്നത് സംശയം തന്നെയില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്നലെ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ് റാവുത്തർ, DYFI പ്രവർത്തകർ പോലീസിനു നേരെ അസഭ്യം ചൊരിയുന്നതും ആക്രമിക്കുന്നതുമൊക്കെ ഇന്നലെ ആ ദൃശ്യങ്ങളിൽ ഷഫീദ് റാവുത്തർ നൽകിയ ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ DYFI പ്രവർത്തകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നറിയിച്ചിരിക്കുകയാണ്. പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള ചില ഇത്തരം സംഭവങ്ങൾ അത് ആവർത്തിക്കുന്നതിൽ സംസ്ഥാന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനുമൊക്കെ അതൃപ്തിയുള്ളതാണ്. ഏതായാലും DGP ഇപ്പോൾ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കേസിൽ 2 DYFI പ്രവർത്തകരെ പിടികൂടി കഴിഞ്ഞു. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, തിരുവനന്തപുരം ജില്ലയിലെ പോലീസിനെ സംബന്ധിച്ച് ഒരാഴ്ചക്കിടെ പോലീസ് നേരിടുന്ന രണ്ടാമത്തെ അക്രമ സംഭവമാണിത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വെള്ളറടയിൽ സമാനമായ ഉത്സവാഘോഷങ്ങൾ നിയന്ത്രിക്കുന്നതിനിടെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ ഒരു SIയെ നടു റോഡിൽ ഇടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. പിന്നാലെയാണ് ഇന്നലെ തിരുവനന്തപുരം നഗരൂരിൽ പോലീസിനെതിരെ വലിയ വ്യാപകമായിട്ടുള്ള ഒരു അക്രമ സംഭവം നടക്കുന്നത്. അതായത് ഈ മന്ത്രി വീണ ജയന്തിയുള്ള KSU പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ KSU കരിങ്കൊടി പ്രതിഷേധിച്ച കഴിഞ്ഞ ദിവസം ഈ കിളിമാനൂർ നഗരൂർ ഭാഗങ്ങളിൽ DYFIയുടെയും CPM-ന്റെയും പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു. ആ കേസിൽ പ്രതികളായിട്ടുള്ള DYFI പ്രവർത്തകർക്ക് നോട്ടീസ് നൽകാനാണ് നഗരൂർ SIയും സംഘവും ചില പ്രതികളുടെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ ചിലർക്ക് നോട്ടീസ് നൽകി മടങ്ങിയെത്തുമ്പോഴാണ് പോലീസ് ജീപ്പ് പൊതുവഴിയിൽ അല്ലെങ്കിൽ പരസ്യമായി വഴിയിൽ മറ്റൊരു വാഹനം ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തുകയും അതിലെ ഒരാൾ ഇറങ്ങി വന്ന ഈ പോലീസിനെ SIയെ കാര്യമായി അസഭ്യം വിളിക്കുകയും അതേപോലെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിരുന്നു ഒരു ദൃശ്യം. മറ്റൊരു ദൃശ്യം, ഒരു DYFI പ്രവർത്തകൻ നീ ഇരിക്കുന്ന സ്ഥലത്ത് നീ ഇനി ഇരിക്കില്ല, മാത്രവുമല്ല അങ്ങനെയുള്ള പലതരത്തിലുള്ള ഭീഷണികൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്നലെ നഗരൂർ സ്റ്റേഷനിൽ നാടകീയമായിട്ടുള്ള പല സംഭവങ്ങളും രാത്രിയിലും അരങ്ങേറിയിരുന്നു. പിന്നാലെയാണ് 9 പേരെ DYFI പ്രവർത്തകരായിട്ടുള്ള 9 പേരെ പ്രതി ചേർത്ത പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. അതിന് പിന്നാലെയാണ് ഇന്ന് 2 DYFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. രതീഷ്, വിഷ്ണു എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. മൊത്തം 9 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കർശനമായ നടപടി വേണമെന്നുള്ള ആവശ്യം അത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞത് പോലീസ് ഏതെങ്കിലും തരത്തിൽ വരുന്നവർക്കും പോകുന്നവർക്കും കൊട്ടാനുള്ള ചെണ്ടയല്ല എന്നൊക്കെയുള്ള കടുത്ത നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അവരുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ കൃത്യനിർവഹണത്തിനിടെ കേസിലെ പ്രതികളെ തിരിച്ചറിയാനും നോട്ടീസ് നൽകാനും എത്തിയ ഉദ്യോഗസ്ഥരോട് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത നടപടി അത്യന്തം ഖേദകരമാണ്. കേരള പോലീസ് ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണെന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. കേട്ടാൽ അറക്കുന്ന പദപ്രയോഗങ്ങൾ നടത്തുന്നവർക്ക് പൊതുപ്രവർത്തകനാകാനുള്ള യോഗ്യതയുണ്ടോ എന്ന് പ്രബുദ്ധ കേരളം വിലയിരുത്തുമെന്നൊക്കെയുള്ളതായിരുന്നു DYFIക്കെതിരെയുള്ള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ വാർത്താക്കുറിപ്പ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുന്നതായാലും കൂടുതൽ അറസ്റ്റ് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന നടപടി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ദിലീപ് കുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.